ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? സുഖമാണല്ലോ അല്ലേ? ആയിരിക്കും. അപ്പോൾ നമ്മൾ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്, കുറച്ചൊന്നുമില്ല, രണ്ട് കാര്യം. ബിസി ഡേ എന്നൊന്നും പറയാൻ പറ്റില്ല, എൻഗേജ്ഡ് ആണ് ഇന്നത്തെ ദിവസം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്കൊന്നും ചെയ്യാനുണ്ടാവില്ലല്ലോ. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് എടുക്കുന്നത്, അപ്പോൾ പിന്നെ ചില ദിവസങ്ങളിലൊന്നും ഉണ്ടാവില്ല, മോസ്റ്റ്ലി വീട്ടിൽ തന്നെ ആയിരിക്കും. പക്ഷെ വർക്കുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ആ ദിവസം ഭയങ്കര എൻഗേജ്ഡ് ആയിരിക്കും. അങ്ങനെ അപ്പം ഇന്ന് കുറേയല്ല, രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം മെയിനായിട്ട്. ഒന്ന്, രാവിലെ ഒരു കല്യാണമുണ്ട്, ആഫ്റ്റർനൂൺ ഒരു വർക്കുണ്ട്, ഇനാഗുറേഷന്. അപ്പം അതിന് ഹോസ്റ്റായിട്ട് പോകണം. അപ്പം ഇത് രണ്ടുമാണ് ഇന്നത്തെ മെയിൻ പരിപാടി. കല്യാണം 10 to 11 മുഹൂർത്തം. അപ്പം അതിനിടയ്ക്ക് ഞാൻ എത്തില്ല എന്നുള്ളത് ഷുവറാണ്. കാരണം അത്ര നേരത്തെ ഞാൻ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ ഞാൻ എണീക്കണമായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ലേറ്റാണ്. കുറച്ചുകൂടെ നേരത്തെ എണീറ്റാലാണ് നമ്മൾ വീട്ടിലത്തെ പരിപാടികളും പണികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് 10:30-11 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് ഏതായാലും നടക്കില്ല, കൺഫേമാണ്. പിന്നെ 11-11:30 ആകുമ്പോഴേക്കും എത്തണം. താലികെട്ട് കണ്ടിട്ടില്ലെങ്കിലും ഫുഡടി അത് നിർബന്ധം. നമ്മൾ സദ്യയാണ് ഇന്നത്തെ ഫോക്കസ്. ഓക്കെ, സദ്യ കഴിക്കണം. അത് കഴിഞ്ഞ് കുറച്ച് ഫ്രീ ആണ്. പിന്നെ 2-2:30 അതിന് ശേഷം വർക്കിൻ്റെ സ്ഥലത്തോട്ട് പോയാൽ മതി. നമ്മുടെ വർക്ക് പറയുന്നത് പിണറായി വിജയൻ 4ാം വാർഷികത്തോടനുബന്ധിച്ചിട്ട്, സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചിട്ട് എൻ്റെ കേരളം പ്രദർശന വിപണന മേള 2025 അതിൻ്റെ ഇനാഗുറേഷനാണ്. എല്ലാ ജില്ലയിലും നടന്നു വരുന്നുണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ നമ്മുടെ പാലക്കാട് ഇന്നാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ അതിൻ്റെ ഇനാഗുറേഷന് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ പാലക്കാട് വന്നിട്ട് ഒരു ഫങ്ഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് ഞാൻ. ഓക്കെ, പലതും ഇങ്ങനെ വരും പോകും, പക്ഷെ നടന്നിട്ടില്ല. പക്ഷെ സോറി, ഇടയ്ക്കൊന്ന് കട്ടായിപ്പോയി. സ്റ്റേജ് ചെയ്യാൻ പറ്റുന്നത്, ഇത്രയും വലിയൊരു ഇവൻറ്റിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം. അപ്പോൾ ഇത് ക്ലിക്കായി കഴിഞ്ഞാൽ അത്യാവശ്യം വർക്ക് കിട്ടുമെന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ പാലക്കാട്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമ്മൾ വീട്ടിലത്തെ പരിപാടികൾ പണികളൊക്കെ തീർക്കണം. എന്നിട്ട് കുളിച്ച് റെഡിയായിട്ട് കല്യാണത്തിന് പോകണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൽ ഫുഡടി ആൻഡ് ഹോസ്റ്റിംഗ് ഇത് രണ്ടുമാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാം. അത്രയേ ഉള്ളൂ. പോയിട്ട് പരിപാടി നോക്കട്ടെ ഗൈസ്, പണി എടുക്കട്ടെ, പണി. ശരി, ഫൈനലി നമ്മൾ ഇറങ്ങിയിട്ട് നേരെ നമ്മൾ മാമാൻ്റെ വീട്ടിലാണ് പോയത്. അവിടുന്ന് മാമയും ഫാമിലിയും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരുമിച്ച് പോയ പരിപാടി കഴിഞ്ഞല്ലോ, എല്ലാവർക്കും ഉള്ളൊരു കല്യാണമാണ്. അപ്പോൾ തൊട്ടടുത്താണ്, വേഗം പോയിട്ട് വേഗം വരാമല്ലോ. പിന്നെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ പറയുന്നതിൻ്റെ ബാക്കിൽ ഇത്രയും നോയ്സുള്ളൊരു വിഷയം. ഇനി അതിൽ കൂടുതൽ എഡിറ്റ് ചെയ്ത് അത് കളയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കാം. ഉള്ളതിൽ ഞാൻ കുറച്ചും കൂടെ സെറ്റാക്കിയിട്ടുണ്ട്, എടുക്കുമ്പോൾ ഞാനത് അറിഞ്ഞില്ല. എന്തായാലും അടുത്ത പ്രാവശ്യം റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ ബാക്ക് ടു ദ പോയിന്റ്. മാമ ഇതുവരെ എത്തിയിട്ടില്ല. ഷോപ്പുണ്ട് ആൾക്ക് സ്വന്തമായിട്ട്. അപ്പോൾ ആൾ അതിൻ്റെ പർച്ചേസിങ്ങിനും കാര്യങ്ങളൊക്കെ പോയിട്ട് എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഫൈനലി നമ്മൾ കുറച്ച് നേരം പോസ്റ്റ് ആയാലും ആളെത്തി. 12 മണി കഴിഞ്ഞു നമ്മൾ ഇറങ്ങുന്ന സമയം. ഓക്കെ, അപ്പോൾ മാമയുടെ വൈഫ്, അമ്മായി, അതുപോലെ നമ്മുടെ കസിൻ സിസ്റ്റേഴ്സിലെ നമ്മളെല്ലാവരും കൂടെ പോവുകയാണ്. നമ്മൾ കാറിലിരുന്ന് ഒരേ ചർച്ചയാണ്, കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവുമോ, ബ്രൈഡും ഗ്രൂം ഇറങ്ങിയിട്ടുണ്ടാവുമോ, ഫുഡിൻ്റെ പരിപാടിയായിട്ട് നിർത്തിയിട്ടുണ്ടാവുമോ എന്നുള്ളതൊക്കെ. പക്ഷേ ദൈവം സഹായിച്ച് അവിടെ എത്തിയപ്പോൾ കല്യാണം ടീമൊന്നും ആരും പോയിട്ടില്ല. നല്ല തിരക്കുണ്ടായിരുന്നു. ബ്രൈഡും ഗ്രൂമും ഉണ്ട് അവിടെ, ഫോട്ടോ എടുക്കാനൊക്കെ നല്ല തിരക്ക്. അപ്പോൾ നമുക്കൊരു സമാധാനം ആവും. അപ്പോൾ ഇനി ഫുഡിൻ്റെ ഏരിയയാണ് നമുക്ക് നോക്കേണ്ടത്. ഫുഡിൻ്റെ അവിടെ പോയപ്പോൾ നല്ല തിരക്കുണ്ട്. ലാസ്റ്റ് പന്തിയുടെ തൊട്ട് മുന്നത്തെ പന്തിയെ തോന്നുന്നു, നല്ല തിരക്കുണ്ട്. ലാസ്റ്റ് പന്തിയിലാണ് നമ്മളിരുന്നത്. അങ്ങനെ ഫുഡിൻ്റെ ഓരോരോ ഐറ്റംസ് വന്നു. ഇതിനാണ് ഞാൻ ആക്ച്വലി വെയിറ്റ് ചെയ്തത്. ഇങ്ങനെ എല്ലാവരും ലൈനായിട്ട് ഇങ്ങനെ തിന്നിട്ട് ഓരോന്ന് സെർവ് ചെയ്യണ കാണാൻ തന്നെ ഒരു ചന്ത, ഒരു ആനച്ചന്ത. എനിക്കെന്തോ അതിനോട് പ്രത്യേക ഒരു താല്പര്യം. ഇങ്ങനെ ഒരെണ്ണം വന്ന് കുറേ കഴിഞ്ഞിട്ട് അടുത്ത് വരരുത് കേട്ടോ. എനിക്കിങ്ങനെ ഒരെണ്ണം വരുന്നതിൻ്റെ ബാക്കിൽ തൊട്ടടുത്തായിട്ട് വരണം. എന്താ മറ്റേ കുഞ്ഞിരാമായണത്തിൽ ഓരോ ഐറ്റംസ് ഇങ്ങനെ വരുമ്പോൾ അവർ പറയില്ലേ, ഓലം വന്നു കാളം വന്നു അങ്ങനെയൊക്കെ പറയില്ലേ, ആ ഒരു സംഗതി അതെനിക്ക് ഇന്ന് കറക്റ്റ് കിട്ടിയോട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്. അപ്പോൾ ഫുഡൊക്കെ അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. കഴിച്ചു കഴിഞ്ഞ അടിപൊളി ടേസ്റ്റ്. പിന്നെ പായസം, അടിപൊളി അടപ്രഥമൻ പായസമായിരുന്നു കേട്ടോ. ആക്ച്വലി ഞാൻ ചെറുതായിട്ട് ഷുഗർ കട്ടിലൊക്കെ ആയിരുന്നു. പക്ഷെ പായസം കണ്ടപ്പോൾ പിന്നെ അത് വലിയൊരു പായസം ഫാനൊന്നും അല്ല ഞാൻ, പക്ഷെ ഞാൻ എന്നാലും കുടിച്ചു.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി നമ്മൾ നേരെ പോയത് മാമൻ്റെ വീട്ടിൽ തന്നെ. കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കാനുള്ള പരിപാടിയാണ്. ഫുഡൊക്കെ കഴിച്ച് സദ്യയുടെ കെട്ടൊക്കെ ഒന്ന് അങ്ങോട്ട് ഇറങ്ങണമല്ലോ. അങ്ങനെ നമ്മൾ റെസ്റ്റൊക്കെ എടുക്കണം. അതുപോലെ റെസ്റ്റ് എടുത്തതിന് ശേഷം എന്താ പരിപാടി എന്ന് വെച്ചാൽ സെറ്റ് സാരി, അന്നത്തെ കോസ്റ്റ്യൂം, സെറ്റ് സാരി തൊട്ട വീട്ടിലെ ചേച്ചിയുടെ അടുത്ത് നിന്ന് മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് അയൺ ചെയ്യണം, ബ്ലൗസൊക്കെ ഒന്ന് അയൺ ചെയ്യണം. പിന്നെ സ്വന്തമായിട്ട് സാരി എടുക്കാനുള്ള പ്ലാനാണ്, അതൊക്കെ ഒന്ന് ചെയ്യണം. അങ്ങനെ ഗംഭീരമായിട്ടുള്ള പിന്നാമ്പുറ പരിപാടികളൊക്കെ ഉണ്ട് ഈ ഹോസ്റ്റിങ്ങിന് പോണതിന് മുന്നേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കലാപരിപാടികളൊക്കെ ഒന്ന് നോക്കണം. ഓക്കെ, പിന്നെ എനിക്ക് തോന്നുന്നു ഇനി ഞാൻ നമ്മുടെ ഇവൻ്റ് നടക്കുന്നതിൻ്റെ അവിടെ വെച്ചിട്ട് ഇനി ഞാൻ വീഡിയോ എടുക്കുന്നതും കുറച്ചും കൂടെ ബെറ്റർന്ന്. നമ്മുടെ ഇനാഗുറേഷൻ പ്രോഗ്രാമിന് എത്തിയിരിക്കുകയാണ്. ഒരു 5 o'clock ആകുമ്പോഴേ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഒരു 4:30 ആവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 4 o'clock ആകുമ്പോഴേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ റൂമിലാണ് ഞാനിപ്പോൾ. സ്റ്റേജും കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ അത് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുൻപ് ഹെയറൊക്കെ ഒന്ന് കുറച്ചും കൂടെ സെറ്റ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ചൂടല്ലേ, തൽക്കാലം ഞാൻ കെട്ടി വെച്ചിരിക്കുക. അപ്പോൾ തുടങ്ങാൻ നേരത്ത് ഒരു 4:30 ശേഷം 4:45 ഒക്കെ ആവുമ്പോഴേക്കും റെഡിയായാൽ മതിയല്ലോ വെറുതെ. അപ്പോൾ അവരുടെ പ്രോഗ്രാമിൻ്റെ ബ്രൗഷറൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുകയായിരുന്നു. ഇപ്പോൾ സ്റ്റേജും കാര്യങ്ങളൊക്കെ കാണിക്കാട്ടോ. ഇതാണ് നമ്മുടെ വേദി. ഇത് ഗ്രീൻ റൂം എന്നുള്ള വ്യൂ ആണ്. അപ്പോൾ ഇത്രയും വലിയ സ്റ്റേജൊക്കെ ആകുമ്പോൾ എനിക്ക് ഇത്തിരി ടെൻഷൻ ഉണ്ട് കേട്ടോ. കുറേ കാലത്തിന് ശേഷമല്ലേ മിനിസ്റ്റേഴ്സൊക്കെ വരുന്നതല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരിത്. ഇത് സദസ്സ്, ഇതും ഗ്രീൻ റൂം എന്നുള്ള വ്യൂ കേട്ടോ. അത് ഞാൻ പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എടുക്കുക. എനിക്ക് അവിടെ പോയിട്ട് എടുക്കാനൊക്കെ ഒരു എന്തോ പോലെ. അവിടെ ഭയങ്കര എല്ലാവരും ഓട്ടവും തിരക്കും പാച്ചിലൊക്കെ ആയിട്ട് അതിനിടയിൽ കൂടെ നമ്മൾ പോയിട്ട് വീഡിയോ എടുക്കണ്ടല്ലോ പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പുറത്തിറങ്ങാണ്ടിരിക്കുന്നത്. പ്ലസ് എൻ്റെ ചെറിയൊരു ചമ്മലും കൂടെയാണ് കേട്ടോ. ഹെയർ ഞാൻ ഏറെക്കുറെ റെഡി ആക്കി കേട്ടോ. കാരണം എല്ലാവരും അവിടെ ഗ്രീൻ റൂമിൽ കയറി ഇറങ്ങുന്നുണ്ട്. ഒരുപാട് പേര് വന്നിട്ട് ഹോസ്റ്റ് ചെയ്യുന്ന മാഡം അല്ലേ, ഹോസ്റ്റ് ചെയ്യുന്ന ചേച്ചിയല്ലേ, ഹോസ്റ്റ് ചെയ്യുന്ന കുട്ടിയല്ലേ എന്നൊക്കെ പറയുമ്പോൾ MC അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് വന്ന് ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ സംഘാടകർ. അപ്പം ഞാൻ അതേ പറയുമ്പോൾ നമ്മൾ ഈ ഉളക്കോലത്തിൽ അവിടെ നിൽക്കണ്ടല്ലോ. ഒന്നാമത്തെ വിഷയം അത്. കുറച്ച് വൃത്തിക്കും എനിക്ക് നിൽക്കാം, ഹെയറൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ അവർ വന്ന് പറഞ്ഞു മിനിസ്റ്റേഴ്സൊക്കെ വരാറായിട്ടുണ്ട് ഏകദേശം എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ശരി റെഡി ആയേക്കാം എന്നുള്ളതുകൊണ്ട് ഞാൻ മുടിയൊക്കെ ഏറെക്കുറെ റെഡിയാക്കി. പിന്നെ കണ്ണട വെക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ. വേർക്കാണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ണട വെക്കില്ല കേട്ടോ. വെക്കാണ്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ വേർക്കുന്നു എന്ന് കണ്ട് എനിക്ക് കണ്ണട വെക്കുന്നത് കുറച്ചും കൂടെ കംഫർട്ടബിൾ. എന്താണെന്നറിയില്ല, അതെന്തോ എനിക്ക് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. അതെന്ത് കംഫർട്ടാണെന്നുള്ള എനിക്കറിയില്ല, പക്ഷെ അതങ്ങനെയാണ്. അപ്പോൾ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാണ്. അത്യാവശ്യം ഞാൻ പ്രിപ്പയർഡാണ്. അതുകൊണ്ട് ബോറടിച്ചു കുറച്ച് നേരം ഇരുന്നപ്പോൾ. അപ്പോൾ പിന്നെ നമ്മൾ കൊണ്ടുപോയിട്ടുള്ള മിററിലൊക്കെ നോക്കിയിട്ട് കുറേ കോഷ്ടി കാട്ടുക, ഫോട്ടോ എടുക്കുക, അതൊക്കെയായിരുന്നു പരിപാടി. ഫാന് 2-3 ഫാനും എൻ്റെ ഫ്രണ്ടിലുണ്ട്. പക്ഷെ ചൂടിന് ഇതൊന്നും ഏൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മുടി കൊളാക്കത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. മുടി പാറിയിട്ട് അതൊരു കഥ വേറെ. കൊളാവോ എന്നുള്ളൊരു തോട്ട് വേറെ. പിന്നെ പരിപാടി എന്താവും, ഫസ്റ്റ് സ്റ്റാർട്ടിങ് കൊളായ പിന്നെ മൊത്തം കൊളാവൂല, അതിൻ്റെ ടെൻഷൻ വേറെ. അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ സംഗതി അവരുടെ ഒരു വിളിക്ക് വേണ്ടിയിട്ട്. അപ്പം എൻ്റെ വിഷമതൊന്നുമല്ല, ഞാൻ ഒറ്റയ്ക്കല്ലേ. ഇനിയിപ്പോൾ ഞാൻ ഇത് ചെയ്യുന്ന വീഡിയോ എന്താണ് MC ആയിട്ട് നിൽക്കുമ്പോൾ ഞാൻ എന്താ പറയുക, പറയുന്ന വീഡിയോ, എൻ്റെ ഫോട്ടോസ്, ഇതൊക്കെ ആരെടുത്ത് വരും? ഞാൻ സ്റ്റേജിൽ നിൽക്കുന്ന ഫോട്ടോസ് ആരെടുത്ത് വരും? ഇപ്പോഴത്തെ ഒരു ടെൻഷൻ എന്ന് പറയുന്നത്. അറിയില്ല, നോക്കാം. ആരുടെയും 2 ഫോട്ടോ കിട്ടിയാൽ മേടിക്കാം, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ ഞാൻ തട്ടേ കയറിട്ടോ, സ്റ്റേജിൻ്റെ മണ്ടയ്ക്ക് കയറി. ഇതാണ് സ്റ്റേജ്, സദസ്സ്. അപ്പോൾ എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞാൻ. മൈക്കും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ. വൈദ്യുത വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി സാറ്. പക്ഷെ എനിക്ക് ഫോട്ടോ കിട്ടില്ല, വീഡിയോ കിട്ടില്ല എന്നൊക്കെ ഞാൻ ടെൻഷൻ അടിച്ചില്ലേ. ഞാൻ അവിടെ നിൽക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറെ അടുത്ത് കയ്യും കാലും ഇട്ടടിച്ച് ചോദിച്ച് മേടിച്ചാൽ ഞാൻ ഏട്ടാ ഒരു വീഡിയോ എടുക്കണേ, അല്ലെങ്കിൽ എടുത്ത് ഏതെങ്കിലും വീഡിയോ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളിയുടെ ക്യാമറയിൽ ഫസ്റ്റ് ഇതുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ വല്ലാണ്ട് എന്നെ കാണുന്നില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഞാൻ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ചേട്ടാ ഒന്നുകൂടെ എടുത്തേക്കണേന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എടുത്തിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. ഈ ഒരു 3 കട്ട് ഇത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഇടയ്ക്ക് മൈക്ക് വർക്കാവാണ്ടുള്ള ഒരു ഇഷ്യൂ ഒക്കെയാണ് എൻ്റെ ഫേസിൽ. പിന്നെ അത് ശരിയായി. അപ്പോൾ ഈ ഒരു 3 കട്ട് കിട്ടിയതിൽ തന്നെ ഞാൻ തൃപ്തിയായി. ഇതെങ്കിലും കിട്ടിയല്ലോ, സ്റ്റാറ്റസ് സ്റ്റോറിയൊക്കെ വെക്കണ്ടേ പറഞ്ഞിട്ട്. ഓക്കെ, അങ്ങനെ പരിപാടിയൊക്കെ സുന്ദരമായിട്ട് കഴിഞ്ഞു. വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ വിചാരിച്ചത്ര പ്രശ്നമൊന്നും ആയില്ല. എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാം വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. എൻ്റെ മനുക്ക വിളിക്കാൻ വരും. ഓക്കെ, മനുക്കാനെ വെയിറ്റ് ചെയ്യാം.
ഞാൻ വീട്ടിലെത്തിയതിന് ശേഷമാണ് ഞാൻ ഫുൾ മിററിലൊന്ന് എന്നെ നോക്കുക കേട്ടോ എന്താ അവസ്ഥ എന്നുള്ളത്. പിന്നെ ഈ ഫോട്ടോ ഈ വീഡിയോ ഒക്കെ എൻ്റെ ഉമ്മാക്കും കൂടെ അയച്ചു കൊടുക്കണം. അമ്മ ചോദിക്കും എന്താണ് ഫോട്ടോ എവിടെ വീഡിയോ എന്നൊക്കെ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ ആയിരുന്നു അത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ ഒരു കുട്ടി ബ്ലോഗായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, എനിക്കറിയാതെ. പക്ഷെ ബ്ലോഗാക്കി ഞാനത് ഇട്ടു. എനിവേ രസമല്ലേ അല്ലേ, എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ. ഇതുപോലത്തെ സംഭവവികാസങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ, അപ്പോൾ അടുത്ത വീഡിയോ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അടുത്ത വീഡിയോ ഉണ്ടാവില്ല, അത് വേറെ വിഷയം. ഓക്കെ. അപ്പം ഇനി അങ്ങോട്ട് ഞാൻ 1 മാസം മുന്നേ 2 മാസം മുന്നേ ഒക്കെയാണ് ഒരു വീഡിയോ ഇട്ടത്. അതിനുശേഷം ഇന്നാണ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാക്കിയെടുക്കണം. പൊതുവേ എനിക്ക് വ്ലോഗ് എടുക്കാൻ മടിയാണ്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഒന്നിനും നിൽക്കാത്തത്. അപ്പം ഇനി ആ ഒരു കൺസിസ്റ്റൻസി കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണം. പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതെനിക്കറിയാം. എന്നാലും എൻ്റെ ഒരു സന്തോഷം. അടുത്ത വീഡിയോയിൽ കാണും വരെ ടാറ്റാ, ബൈ, സീ യു. ലൈക്ക് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.